ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇത് കുറച്ച് ചോള കണ്ടോ, മുത്തുപോലെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ മാവാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ ഈ മാവ് കൊണ്ടാണ് ഞാൻ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണിയാകുമ്പോഴത്തേക്ക് ചായയോ തേയിലയോ എന്തെങ്കിലും കുടിക്കുമ്പോൾ ഇതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഉപ്പുമാവ്, സോളാവിലുള്ള ഉപ്പുമാവ്. പിന്നെ ഇതിൽ പുട്ടവിക്കാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിന്നൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിൽ പാകത്തിന് ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. മാവിൽ കൂടിപ്പോകരുത്, കണക്കിന്. എന്നിട്ട് കുറേശ്ശെ വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ച് പിന്നെ കുഴയ്ക്കേണ്ട ഒരു ഉണ്ടോ. കണ്ടോ, ഈ ഒരു ഈർപ്പം വരുന്ന ഭാഗത്തിന് കണക്കാക്കി കണ്ടോ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി. അപ്പോൾ കടുക് താളിക്കാനാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. കടുക് അപ്പോൾ ഞാൻ ഇതിലോട്ട് മുരിങ്ങയിലയാണ് ഇടുന്നത്, കറിവേപ്പിലയില. അപ്പോൾ ഇതിലോട്ട് ഞാൻ വിരകി വെച്ച മാവ് തട്ടാൻ പോകുകയാണ്. ഒന്ന് ഉടച്ച് ഇതാണെങ്കിൽ മറ്റുള്ള ഉപ്പുമാവ് ഉണ്ടാക്കും പോലെയല്ല, ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഇത്തിരി മുരിഞ്ഞ് നന്നായിട്ട് തീ കുറച്ചിട്ട് വറുത്തെടുക്കണം. ഇത്തിരി സമയം എടുക്കും. ഇത് മൊരിയും തോറും ഇത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ വറുത്തെടുത്ത് നമ്മൾ ബോട്ടലിലോ കുപ്പിയിലോ ഒക്കെ അടച്ചിട്ടിരുന്നാലും വൈകുന്നേരം ചായയൊക്കെ കുടിക്കുമ്പോൾ എല്ലാ ദിവസവും എടുത്ത് ഉപയോഗിക്കാം.